കാസ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് കാസയുടെ തീരുമാനമാണ്. കാസയ്ക്ക് പി സി ജോർജിനെ പിന്തുണയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പിന്തുണയ്ക്കുന്നതിന് എന്താ കുഴപ്പം? ഇപ്പൊ സുഡാപ്പികൾ ഇത്രയും കാലം സുഡാപ്പികളാണല്ലോ പി സി ജോർജിനെ പിന്തുണച്ചിരുന്നത്. പി സി ജോർജിനെ 2023 അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നപ്പോൾ ജയിച്ചത് തന്നെ സുഡാപ്പികളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള വോട്ടായിരുന്നു. സുഡാപ്പികൾ ഒറ്റക്കെട്ടായിട്ട് വോട്ട് ചെയ്തുകൊണ്ടാണ് 10-20 വോട്ടിന് അയാൾ ജയിച്ചു പോയത്. നേരത്തെ കണ്ണം പറഞ്ഞ പോലെ 2016 4 മുന്നണികളെയും പരാജയപ്പെടുത്തി പി സി ജോർജ് ജയിച്ചത് ഈ സുഡാപ്പികളുടെ വോട്ടായിരുന്നു. അന്ന് സുഡാപ്പികൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പി സി ജോർജ്. കാരണം എന്താ? അന്ന് പി സി ജോർജ് സുഡാപ്പികളുടെ കൂടെ നിന്നു. അന്ന് സുഡാപ്പികളിലെ പി സി ജോർജിനെ വേണമായിരുന്നു, പി സി ജോർജ് കൂടെ നിന്നു. ഒടുവിൽ പി സി ജോർജ് സുഡാപ്പികളെ തള്ളിപ്പറഞ്ഞു. കാരണം സുഡാപ്പികൾ അതിനുശേഷമാണ് ഈ ടി ജെ ജോസഫിന്റെ പ്രശ്നങ്ങളൊക്കെ ആളിക്കത്തി വന്നപ്പോൾ അദ്ദേഹത്തിന് പറയാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. കാരണം അത്രയധികം സുഡാപ്പികളോടെ ഈരാറ്റുപേട്ട, ഇപ്പൊ കണ്ണം പറഞ്ഞ പോലെ പൂഞ്ഞാർ ജില്ലയിലെ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന പ്രദേശത്ത് ശരിക്കും ഇവരൊരു മറ്റൊരു താലിബാൻ ഭരണം, ഒരു സമാന്തര ഭരണം പോലെയായിരുന്നു. അവിടെ ഹെൽമെറ്റ് വേണ്ട. അവിടെ നിങ്ങൾ ചെന്ന് നോക്കിയാൽ മതി, ഒരൊറ്റ 2 വീലറുകാർ ഹെൽമെറ്റ് ഇടുകയല്ല. അതേപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കൊന്നും അവിടെ കാക്കിയില്ല. ഒരു പോലീസും അവിടെ പിടിക്കുകയല്ല, ഒരു പോലീസും പിടിക്കുകയല്ല, ഇവന്മാരെ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം അവന്മാരുടെ ഒരു സമാന്തര ഭരണം പോലെയായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തീവ്രവാദികളാണെന്ന് പറഞ്ഞു. തീവ്രവാദികളുടെ വോട്ടെനിക്ക് വേണ്ട എന്ന് ചങ്കൂറ്റത്തോടെ എന്ന് പറഞ്ഞയാളാണ് പി സി ജോർജ്. അതെ. അപ്പോൾ അദ്ദേഹത്തെ പിന്നെ സുഡാപ്പികൾക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ചുമ്മാ ഒരു സംശയം ചോദിക്കുക, ഈ സുഡാപ്പികളോടെ ഈ ലോകത്ത് നമ്മൾ ഹിന്ദുക്കളും ചിന്തിക്കണം കേട്ടോ. ഞാനീ പറയുന്ന ഹിന്ദുക്കളും കൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്ത് നിങ്ങൾ എവിടെ പോയി നോക്കിയോ, അവിടുത്തെ ഭൂരിപക്ഷം, ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷം, ഇപ്പൊ അറേബ്യൻ രാജ്യങ്ങളിലാണ് മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷം. എവിടെ നിങ്ങൾ പോയിക്കും, ആ ഭൂരിപക്ഷത്തിന്റെ ഒരു ഭൂരിപക്ഷത്തിന് ഒരു പ്രശ്നം വന്നാൽ അവരുടെ കൂടെ നിൽക്കും ആൾക്കാർ നിൽക്കും. അവിടുത്തെ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കാറുണ്ട്. കാരണം ഒരു ഭൂരിപക്ഷമാണ് അവിടുത്തെ. പക്ഷെ ഈ ഇന്ത്യയിൽ മാത്രമാണ് ഭൂരിപക്ഷത്തിന്റെ കൂടെ ആരുമില്ല, ഹിന്ദുക്കൾക്ക് ആരുമില്ല. ഹിന്ദുക്കളെ ആർക്കും എന്ത് വിട്ട് ചണ്ട ഓട്ടം. പക്ഷെ സംഘടിത മതക്കാരുടെ അടുത്തേക്ക് പോകാൻ അവർക്ക് ഭയമാണ്. ഇവിടെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അടുത്തോ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ അടുത്തോ ഇതുമായിട്ട് ഒരു കളിക്കും പോകില്ല. പക്ഷെ ഈ ഹൈന്ദവരായ ഭൂരിപക്ഷ ജനതയുടെ തലയിൽ കയറാൻ ആർക്കും ഒരു മടിയില്ല. അവർക്ക് ഏത് ചണ്ടയ്ക്കും കൂട്ടാം, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാം, ആർക്കും ഒരു പ്രശ്നമില്ല. ഇപ്പൊ തന്നെ നമ്മൾ ഈ പിണറായി വിജയൻ ശബരിമല വിഷയം, ഇപ്പൊ ശബരിമലയുടെ കേസ് തന്നെ ഓർത്തെ, ശബരിമലയിലേക്ക് 4 പിന്നെ ആക്ടിവിസ്റ്റ് എന്ന് പേര് കുറെ 4 പെണ്ണുങ്ങളെ കൊണ്ടുപോയി കയറ്റിവിട്ടിരിക്കുന്നു. അവരുടെ ഒരു പിന്നെ ആരാധനാലയം, അവര് വിശുദ്ധിയോടെ പരിപാലിക്കുന്ന ഒരു ആരാധനാലയത്തേക്ക് ഒരു 4 പെണ്ണുങ്ങളെ സുപ്രീം കോടതി ഏതോ ഒരു വിധി വിധിച്ചെന്ന് പറഞ്ഞാൽ ഉടനെ ആ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി പുള്ളി എത്ര പെട്ടെന്ന് സുപ്രീം കോടതി വിധി നടപ്പാക്കിയത്. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി പെണ്ണുങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ 4 ആക്ടിവിസ്റ്റുകളെ, ഒരു മലയിലും വിശ്വാസമില്ല, ഒന്നുമില്ല. എന്താ ഒരു പെണ്ണുണ്ടല്ലോ രഹന ഫാത്തിമ, അവള് പിന്നെ പോൺ സ്റ്റാർ ആണ്. ആ പോൺ സ്റ്റാറിനെയൊക്കെയാണ് കറുപ്പ് പിടിപ്പിച്ച് അയാൾ ഉടനെ തന്നെ, പിന്നെ ഒരു അമ്മിണി, 3 പേരൊന്നും ഓർക്കുന്നില്ല, എല്ലാത്തിനും പിടിച്ചു കെട്ടി പുള്ളി വലിച്ചു കയറ്റി സുപ്രീം കോടതിയുടെ മുകളിലെത്തിച്ചു. അതേ പിണറായിക്ക് എന്താണ് ഈ എക്സാലോജിക്കിന്റെ അന്വേഷണം വന്നപ്പം അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ അന്വേഷണ സംഘം എത്തിയപ്പോൾ കോടതിയിലേക്ക് ഓടിയത്? എന്റെ മകൾക്കെതിരെ അന്വേഷണം പാടില്ല എന്നും പറഞ്ഞു കർണാടക ഹൈക്കോടതിയിലേക്ക് ഓടിയില്ലേ പുള്ളി? ലക്ഷങ്ങൾ ഫീസ് കൊടുത്തൊരു വക്കീലിനെ വെപ്പിച്ച് പുള്ളി വാദിച്ചില്ലേ? അപ്പൊ അതെന്താണ് പിണറായി? അല്ലെങ്കിൽ യന്ത്രം കമ്മികളോടാണ് ഞാൻ ചോദിക്കുന്നത്. മകൾക്കെതിരെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ അന്വേഷിക്കാൻ മടിയിൽ കനമില്ലെങ്കിൽ പ്രശ്നം. പുള്ളി പറഞ്ഞല്ലോ എന്റെ കൈകൾ ശുദ്ധമാണെന്ന്. നിയമസഭയിൽ പുള്ളി പറഞ്ഞു എന്റെ കൈകൾ ശുദ്ധമാണ്, ഈ കൈകളിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഈ കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിനാണ് പിണറായി ഭയപ്പെടുന്ന ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇപ്പൊ എനിക്കെതിരെ ഒരു അന്വേഷണം NIA യോ CBI യോ എക്സാലോജിക്കോ പിന്നെ എന്താ എന്ത് കുന്തമായാലും ശരി, കേന്ദ്രത്തിലെ ഏത് അന്വേഷണ ഏജൻസി നാസർ കൊടിമരത്തിനെതിരെ അന്വേഷിക്കണോ ഞാൻ സ്വാഗതം ചെയ്യുള്ളൂ. ഞാൻ പറയും അന്വേഷിച്ചോളാൻ പറയും. ഞാൻ ഒരു കോടതിയിലും ഹർജിയുമായിട്ട് പോവുകയല്ല. എനിക്കെതിരെ ഇത് അന്വേഷണം വന്നിരിക്കുന്നു, പിന്നെ ഇത് തടയണമെന്ന് പറഞ്ഞ് ഞാൻ പോകില്ല. കാരണം എന്താ? എനിക്കറിയാം ഞാൻ ശുദ്ധനാണ്. എന്റെ കൈകളിൽ ഒന്നുമില്ല, എന്റെ മടിയിലും ഒന്നുമില്ല. ഞാനൊരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല. ഞാൻ ജയിലിൽ കിടക്കാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. മനസ്സിലായി? എനിക്ക് ഇന്ത്യൻ ഭരണഘടന എന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച്, ആ സ്വാതന്ത്ര്യം, ഇന്ത്യൻ ഭരണഘടന എനിക്ക് എന്തൊക്കെ സ്വാതന്ത്ര്യം അനുഭവിച്ചു ആ സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കുന്നു. അല്ല ഞാനിവിടെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരായിട്ടോ ഇന്ത്യയുടെ മൗലികാവകാശങ്ങൾക്കെതിരായിട്ടോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഒരു അഴിമതിയും കാണിക്കുന്നില്ല. അപ്പൊ എനിക്കെതിരെ ഏത് അന്വേഷണം വന്നാലും ഞാൻ സ്വാഗതം ചെയ്യും. അപ്പൊ പിണറായി പറഞ്ഞല്ലോ എന്റെ കൈകൾ ശുദ്ധമാണ്. അപ്പൊ മകൾക്കെതിരെ വന്ന അന്വേഷണത്തിനെ തടയിടാൻ വേണ്ടി എന്തിനാണ് ഈ പിണറായി ഈ കോടതിയിലേക്ക് ഓടിയത്? കോടതിയിലേക്ക് ഓടുകയാണ് പുള്ളി. പുള്ളി നിയമസഭ വേറൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. പുള്ളിയുടെ ഭാര്യയുടെ പിന്നെ പെൻഷൻ കാശ് കൊണ്ടാണ് പുള്ളിയുടെ മകള് ബാംഗ്ലൂർ സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയത്. പുള്ളിയുടെ കുറഞ്ഞൊരു 500 കോടി രൂപ ആസ്തി ഉണ്ട് ആ കോടതി, പുള്ളിയുടെ മകളുടെ വീണാ വിജയൻ തുടങ്ങിയ കമ്പനിക്ക്, ആ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക്, IT കമ്പനിക്ക്. അത് പുള്ളിയുടെ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ്. പുള്ളിയുടെ ഭാര്യയുടെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെയോ പെൻഷൻ കാശ് കൊണ്ട് ബാംഗ്ലൂർ സിറ്റിയിൽ ഒരു മുറുക്കാങ്കട തുടങ്ങാൻ പറ്റിയല്ല ഇന്നത്തെ കാലത്ത്. ഒരു മുറുക്കാങ്കട തുടങ്ങാൻ പറ്റിയല്ല. അപ്പോഴാണ് പുള്ളിയുടെ മകൾ പോയി സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയത് ബാംഗ്ലൂർ സിറ്റിയിൽ.
ബാംഗ്ലൂരിന്റെ ഹൃദയഭാഗത്ത്. ആരെ പറ്റിക്കാനാണത്? ഇതൊക്കെ തലയിൽ വെച്ച് ഇതൊക്കെ ചിന്തിച്ച് നടക്കുന്ന കുറെ അന്തം കമ്മികൾ ഇവിടെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നേരത്തെ കണ്ണം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഭൂരിപക്ഷത്തിനെതിരെ എവിടെ നോക്കിയാലും അറേബ്യയിൽ ഇപ്പൊ സൗദി അറേബ്യ ചെന്ന് മുസ്ലിംക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും നിൽക്കും. അവിടെ ഒരു ബൈബിൾ പോലും കൊണ്ടുപോകാൻ പറ്റില്ല. ക്രിസ്ത്യാനികളുടെ ഒരു ബൈബിളുമായിട്ട് എയർപോർട്ടിൽ ചെന്നിറങ്ങിയാൽ ബൈബിൾ വരെ പിടിച്ചു വയ്ക്കും. അവിടെ ഒരു ഭഗവത്ഗീതയായിട്ട് വന്നാൽ പോയി പിടിച്ചു വയ്ക്കും. മനസ്സിലായോ? കാരണം അത് അവരുടെ ഭൂരിപക്ഷത്തിനെതിരാണ്. പിന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾ ഭൂരിപക്ഷത്തിനെതിരെ ഒന്ന് സംസാരിക്കാമോ? പണ്ട് പിന്നെ ദുബൈയിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു ശവന്തീനി ഉറുമ്പുകൾ എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് പോയ കുറച്ച് പിന്നെ കലാകാരന്മാർ നാടകം നടത്തി. ആ നാടകം നടത്തിയിലെ ഒരു സീനില് മുഹമ്മദ് നബി അവഹേളിക്കുന്ന ഒരു ഭാഗം ഉണ്ടെന്നും പറഞ്ഞായിരുന്നു ആ 10-12 കലാകാരന്മാരെ ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിച്ച UAE. കാരണം എന്താ? അവരുടെ ഭൂരിപക്ഷത്തിനെതിരായി. പക്ഷെ ഇവിടെയോ, ഇന്ത്യയിലോ ആർക്കും കയറി ചെണ്ട കൊട്ടാവുന്ന, ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുക ഒരു വിഭാഗമാണ് ഹിന്ദുക്കൾ. ആർക്കും എന്ത് വേണം ചെയ്യാം, എന്തും ചെയ്യാം. കണ്ടില്ലേ, അവലും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളാൻ പറഞ്ഞ ഒരു 10 വയസ്സുകാരൻ 10 വയസ്സുള്ള ഒരു പയ്യനെ കൊണ്ടാണ് മുദ്രാവാക്യം വിളിപ്പിച്ചത് ആലപ്പുഴയിൽ. ഭൂമിയിൽ എവിടെയെങ്കിലും ഇങ്ങനെ നടക്കും? ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് നിങ്ങൾക്ക് ഇങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമോ? ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യത്ത് സങ്കല്പിക്കാൻ പറ്റുമോ? ഇസ്രായേലിൽ ജൂത ഭൂരിപക്ഷ രാജ്യമായി ഇസ്രായേലിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? പക്ഷെ ഇന്ത്യയിൽ നടന്നു. എന്തുകൊണ്ട് നടന്നു? അതാണ് ഹിന്ദുക്കളുടെ ആ സഹിഷ്ണുത എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഹിന്ദുക്കൾ ലോകത്ത് ഏറ്റവും സഹിഷ്ണുതയുള്ള ഒരു മതവിഭാഗം ഉണ്ടെങ്കിൽ അത് ഹിന്ദുക്കളാണ്. ആരെയും സ്വീകരിക്കുന്ന മതവിഭാഗം. അതിനെ നിങ്ങൾ ചൂഷണം ചെയ്തു. അതിനെയാണ് ഇവിടുത്തെ ജിഹാദികൾ ചൂഷണം. ഹിന്ദുക്കളുടെ ദൗർബല്യത്തെ, ഹിന്ദുക്കളുടെ സഹിഷ്ണുതയെ അവർ ചൂഷണം ചെയ്തു. ആ ചൂഷണം ചെയ്തു വളരാമെന്ന് അവർ ഓർത്ത്. മനസ്സിലായോ? ഈ മുസ്ലിമീങ്ങൾ ഇവിടെ സിമിക്കാർ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് എഴുതി വെക്കാനുള്ള കാരണം എന്താ? ഹിന്ദുക്കളുടെ ആ സഹിഷ്ണുത. ഹിന്ദുക്കൾ അത് സ്വീകരിച്ചോളൂ എന്ന് കരുതി. ഹിന്ദുക്കളുടെ ആ ദൗർബല്യം, ഹിന്ദുക്കൾക്ക് ഇതൊന്നും വിഷയമില്ല. അപ്പൊ അതിന്റെ ഉള്ളിലൂടെ ഈ ഹിന്ദുക്കളുടെ ഈ ദൗർബല്യത്തെയും ഈ സഹിഷ്ണുതയും ചൂഷണം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാം, നമ്മുടെ ജിഹാദിസം ഇവിടെ നടപ്പിലാക്കാം, നമ്മുടെ ഇസ്ലാമിക ഭരണം ഇവിടെ നടപ്പിലാക്കാം എന്നാണ് അവർ ഓർത്തത്. അപ്പൊ ഇവർ ഓർത്തില്ല, അവരും സംഘടിതരാണ്. അവരിലൊരു സംഘടിത ശക്തിയുണ്ട്. RSSകാർ സംഘടിതരാണ്. വിശ്വഹിന്ദു പിന്നെ അതേപോലുള്ള സംഘപരിവാറിലെ പല പല സംഘടനകളും സംഘടിതരാണ്, അവർക്ക് വേണ്ടി നിൽക്കുന്നവരാണ് എന്നവർ ഓർത്തില്ല. അവരോർത്ത് ഇവരെയൊക്കെ അടിച്ചമർത്തിയാക്കാൻ നമ്മൾ ജോസഫ് പോയിന്റ് കൈ വെട്ടുമ്പോഴത്തേനും പിന്നെ ഒരു ജോസഫ് പോയിന്റ് ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ പണ്ട് പത്തനംതിട്ടയിൽ ഒരു പിന്നെ PDP പിന്നെ SDP-യുടെ ഒരു ഹർത്താലിനാണ് മൊത്തം ഹിന്ദുക്കടകളെല്ലാം കയറി അവര് തല്ലി പൊട്ടിച്ച് അടിച്ച് നശിപ്പിച്ച. കാരണം എന്താ? പേടിപ്പിക്കാൻ വേണ്ടിയാണ്, ഭയപ്പെടുത്തുക. ഇവരുടെ മതം തന്നെ പറയുന്നു ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക. ഇവരുടെ മതം എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ തന്ത്രം. ഭയപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക. പ്രലോഭനങ്ങളും പ്രകോപനങ്ങളുമാണ് ഇവരുടെ മതത്തിന്റെ അടിസ്ഥാനം. ഖുർആൻ തന്നെ വരച്ചു കാണിക്കുന്നു അത് തന്നെയാണ്. അങ്ങനെയാണ് ഇവർ ഓർത്തത്. അങ്ങനെ നശിപ്പിക്കാം, അങ്ങനെ നമുക്ക് ഇവിടെ ജിഹാദിവൽക്കരണം നടപ്പാക്കാമെന്നാണ് ഓർത്തത്. പക്ഷേ സുഡാപ്പികൾക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടി. ഇപ്പൊ എന്തേ ഒരു ജോസഫ് മാഷ് പിന്നെ ഉണ്ടായില്ല? ഒറ്റ ജോസഫ് മാഷല്ലേ ഉണ്ടായുള്ളൂ. പിന്നീട് ജോസഫ് മാഷ് ഉണ്ടായില്ലല്ലോ. ജോസഫ് മാഷ് എന്താണ്? മുഹമ്മദ് എന്നൊരു പുള്ളി തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ ഒരു ഭ്രാന്തന്റെ പേര് മുഹമ്മദ് എന്നാക്കി. അത്രേ ഉള്ളൂ. മുഹമ്മദ് പടച്ചവനുമായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണിച്ചു. അതും PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറഞ്ഞ് ഇവരുടെ തന്നെ സുഡാപ്പി എഴുതിയ ഒരു പുസ്തകത്തിന്റെ ഒരു തിരക്കഥയിൽ നിന്നുമാണ് അദ്ദേഹം അത് ചോദ്യപേപ്പർ തയ്യാറാക്കിയത്. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ കയ്യും കാലും വെട്ടിക്കളഞ്ഞത്. പക്ഷെ ഇന്ന് മുഹമ്മദിനെ എന്തൊക്കെ, മുഹമ്മദിനെ തുണി ഉരിച്ചു നിർത്തിയിരിക്കുകയല്ലേ? സോഷ്യൽ മീഡിയ മുഹമ്മദിനെ തുണി ഉരിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇന്ന് മുഖപ്രസംഗം വരെ പത്രങ്ങൾ എഴുതി തുടങ്ങി. മുഹമ്മദിനെതിരെ, ഇസ്ലാമിനെതിരെയും മുഖപ്രസംഗങ്ങൾ വരെ പത്രങ്ങൾ എഴുതി തുടങ്ങി. അതിനുള്ള ചങ്കൂറ്റം ആരാണ് കൊടുത്തത്? അതിനുള്ള ചങ്കൂറ്റം എവിടെ നിന്നാണ് കിട്ടിയത്? അതെ. അപ്പൊ അതിനെതിരെ എന്തുകൊണ്ട് സുഡാപ്പികൾ ഇപ്പൊ ഗർജിക്കുന്നില്ല? സുഡാപ്പികൾ എന്റെ വാളും കുന്തവുമായിട്ട് ഇറങ്ങുന്നില്ല? ഈ സോഷ്യൽ മീഡിയയിൽ ഈ കമന്റ് എഴുതുന്നവരെ, ഈ പോസ്റ്റുകൾ തയ്യാറാക്കുന്നവരെ, ഈ ക്ലബ് ഹൗസിൽ പോയി സംസാരിക്കുന്നവരൊക്കെ തലവെട്ടാനും കൈവെട്ടാനും എന്ത് ഇറങ്ങിയിട്ട് നടക്കുകയില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഒരു കോൺഗ്രസ് ആയിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ നടക്കുമായിരുന്നു എന്ന്? കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നെങ്കിൽ നടക്കുമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും നടക്കില്ല. ഇവിടെ സുഡാപ്പികളുടെ അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് കാണാമായിരുന്നു. ജിഹാദികളുടെ അഴിഞ്ഞാട്ടം തന്നെ ഇവിടെ കാണാമായിരുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് ജിഹാദികളുടെ അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് കാണാമായിരുന്നു. പക്ഷെ അതിന് തടയിട്ടതാണ് BJP ഗവൺമെന്റാണ് തടയിട്ടത്. നരേന്ദ്രമോദി സർക്കാരാണ് അതിന് തടയിട്ടത്. അതിനെതിരെ നിൽക്കുന്ന RSSകാരാണ്. ഈ ജിഹാദിവൽക്കരണത്തിന് എതിര് നിൽക്കുന്ന RSSകാരാണ്, സംഘപരിവാറുകാരാണ് എന്ന് സുഡാപ്പികൾക്ക് മനസ്സിലായി. അപ്പൊ ഈ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്രൈസ്തവനായാലും ഹൈന്ദവനായാലും അവനെ അവിടെ നിന്ന് മാറ്റിപ്പായിക്കുക. അതാണ് ഇവിടെ ജിഹാദികൾ എടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് PC ജോർജിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് PC ജോർജിനെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. PC ജോർജിനെതിരെ ഇപ്പൊ ആസ്ഥാനത്ത് ആര് പോയാലും ജിഹാദികൾ അവിടെ കിടന്ന് ബഹളം വയ്ക്കും. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ഇന്ത്യയിൽ ഏത് ഭരണം വന്നാലും കുഴപ്പമില്ല. ഇപ്പൊ ക്രിസ്ത്യാനികൾ ഭരിച്ചാലും പ്രശ്നമില്ല, ക്രിസ്ത്യൻ ഭരണം വന്നാലും കുഴപ്പമില്ല, ഹൈന്ദവ ഭരണം വന്നാലും കുഴപ്പമില്ല, ഹിന്ദു രാഷ്ട്രമായാലും കുഴപ്പമില്ല, ക്രിസ്ത്യൻ രാഷ്ട്രമായാലും കുഴപ്പമില്ല, സർവോപരി ഒരു ജൂതരാഷ്ട്രമായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ, ഇസ്ലാമിക നിയമമാണ് ഇന്ത്യയിൽ ഒരു ഭരണത്തിന് അടിത്തറയായിട്ട് വരുന്നതെങ്കിൽ ഞാൻ പറയുന്നു അനങ്ങാൻ പറ്റിയല്ല നമുക്ക്. നമ്മൾ പിന്നെ തൂങ്ങിച്ചത്താൽ മതി. ഒരു ഇസ്ലാമിക ഭരണം വന്നാൽ പിന്നെ തൂങ്ങിച്ചത്താൽ മതി.
ആ അവസ്ഥയിലേക്ക് ഇസ്ലാമിക ഭരണം കൊണ്ടുപോകുള്ളൂ. ഇസ്ലാമിക ഭരണം ഒരിക്കലും നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കുകയില്ല. കാരണം ഇന്ന് ലോകത്ത് 56ഓളം ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. ഏതെങ്കിലും രാജ്യം പുരോഗതിയിലുണ്ടോ? കുറച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ആ രാജ്യത്തിന്റെ അടിയിൽ കുറെ പെട്രോൾ ഉള്ളത് കൊണ്ട് കുറച്ച് സമ്പന്നതയിൽ സൂചിച്ചവർ ജീവിക്കുന്നു എന്നേ ഉള്ളൂ. അവർ കുറച്ച് സൂയിമാന്മാരായിട്ട് ജീവിക്കുന്നു എന്നല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യം ശക്തിയായ രാജ്യം ഇവിടെ ഉണ്ടോ? അമേരിക്ക, റഷ്യ, ചൈന, ഇസ്രയേല്, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇത് കൂട്ടം ഒരൊറ്റ രാജ്യം കാണിച്ചു തരാമോ? ഇസ്ലാമിക രാജ്യം ഒരെണ്ണം ഉണ്ടോ? ഒരൊറ്റ രാജ്യവും ഇല്ല. ഒന്നിലോ തീവ്രവാദം കൊണ്ട് ആളിക്കത്തുന്ന രാജ്യം പാകിസ്ഥാനും ബംഗ്ലാദേശും ഇറാനും അഫ്ഗാനിസ്ഥാനും പോലെ തീവ്രവാദികളെ കൊണ്ടും തീവ്രവാദം കൊണ്ട് നശിച്ചു പോയ രാജ്യം.